അയോധ്യയിൽ വികസനം എത്തിച്ചത് മോദിയും യോഗിയുമെന്ന് ഇഖ്ബാൽ അൻസാരി. രാമക്ഷേത്രം ഉയരുന്നതിൽ അയോധ്യയിലെ മുസ്ലിങ്ങൾ സന്തുഷ്ടരാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അയോധ്യ കേസിലെ മുസ്ലിം കക്ഷിയായ ഇഖ്ബാൽ അൻസാരി ജനം टीवीയോട് പ്രതികരിച്ചു. हिंदू और मुसलमानों में कोई विवाद नहीं होना चाहिए। इंसान और इंसानों की कद्र करे, यही सबसे बड़ा धर्म यही है। अगर इंसानों की कद्र उसके दिमाग में नहीं है। KS ചിത്ര ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേരളത്തിൽ ഇടത് ജിഹാദി ഗ്രൂപ്പുകൾ സൈബർ ആക്രമണം തുടരുമ്പോഴാണ് ഇഖ്ബാൽ അൻസാരിയുടെ ഈ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. അയോധ്യ കേസിൽ ബാബരി മസ്ജിദിനായി കക്ഷി ചേർന്ന ഇഖ്ബാൽ അൻസാരി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കുന്നു. देखिए, सारे लोग खुश हैं। 4 साल बीत चुके हैं, फैसला आया 4 साल बीत चुका है। अब किसी में कोई नाराजगी नहीं है। अब तो मंदिर बन के तैयार है। तमाम लोग हम अयोध्या के रहने वाले हैं। अयोध्या में एक गंगा जमुनी एक तहजीब रही और आज है भी। अयोध्या के जितने भी लोग रहने वाले हैं, एक हिंदू मुसलमानों के ताल्लुकात अच्छे बने हुए हैं। हमको भी बुलाया गया, हम भी जाएंगे। ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതോടെ അയോധ്യയിൽ വികസനമെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ദീർഘവീക്ഷണമാണ് അയോധ്യയിലെ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെന്ന് ഇഖ്ബാൽ അൻസാരി ചൂണ്ടിക്കാട്ടുന്നു. रेलवे स्टेशन है, एयरपोर्ट है, सड़कें हैं, लोगों के मकान है, कुंड है, पार्क हैं। ये सारी चीज़ें अयोध्या में माननीय प्रधानमंत्री नरेंद्र मोदी जी, माननीय योगी जी की सरकार में जो डेवलप हुआ है, ये बहुत ज़्यादा ही हुआ है। मतलब अयोध्या के लोग सोच नहीं पाते जितना डेवलप सरकार ने किया है। अच्छी बात है, हम भी खुश हैं, देश के लोग भी खुश हैं। അയോധ്യയിലെ മുഴുവൻ മുസ്ലിം സമൂഹവും ഒറ്റക്കെട്ടായി രാമക്ഷേത്ര നിർമ്മാണത്തെ സ്വാഗതം ചെയ്യുന്നതായും ഇഖ്ബാൽ അൻസാരി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാസം അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജയ് ശ്രീറാം മുഴക്കി അൻസാരി സ്വാഗതം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ടീം ജനം, അയോധ്യ.